തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും രോഗിയോട് അവഗണന. വയറ്റിലെ മുഴ നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയ്ക്കായി എത്തിയ രോഗിക്ക് വീൽ ചെയർ നൽകിയില്ല. സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ നിന്നും ട്യൂബിട്ട അബോധാവസ്ഥയിൽ SITയിലെത്തിയ പൂവാർ സ്വദേശിനി അഞ്ജുവിനോടായിരുന്നു ക്രൂരത. SITയിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട്. ഒപ്പമുണ്ടായിരുന്നവരുടെ സഹായത്താലാണ് രോഗിയെ 3ാം നിലയിലെത്തിച്ചത്. വിവരങ്ങളുമായി രശ്മി കാർത്തികയുണ്ട്. രശ്മി, ഒരാഴ്ചയായിട്ട് എൻ്റെ വൈഫ് ഇവിടെ ഈ SIT ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ ഈ വരുന്ന വ്യാഴാഴ്ച ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ട്യൂബ് ഇടേണ്ടി വന്നു. അങ്ങനെ ട്യൂബ് ഇട്ടിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു. ആ സമയത്ത് ഈ ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് എനിക്ക് വീൽ ചെയർ തന്നില്ല. വീൽ ചെയർ തരാത്തതെന്ന് വെച്ചാൽ സെക്യൂരിറ്റി വീൽ ചെയർ അവിടെ ഉണ്ടായിട്ടും തരാൻ അവർ സമ്മതിച്ചില്ല. ഈ ട്യൂബ് ഇട്ട സമയത്ത് അവൾക്ക് ബോധം പോയായിരുന്നു. ബോധം പോയിട്ട് ട്രിപ്പ് ഇട്ട് അവൾക്ക് ഒട്ടും നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഇവിടെ വന്ന് കയറുന്നത്. അപ്പോൾ ഞാൻ 2 പേര് പിടിച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ ഇവിടുത്തെ പേഷ്യൻ്റെ കൂടെ ഇരിക്കുന്ന ബാക്കിയുള്ള ആൾക്കാർ ഇടപെട്ടിട്ടാണ് ഈ വീൽ ചെയർ അവരെ നിന്ന് വാങ്ങിത്തരേണ്ട ഒരവസ്ഥ വന്നത്. അപ്പം ഒരുപാട് ആൾക്കാർ വന്ന് എനിക്ക് വേണ്ടി സംസാരിച്ചായിരുന്നു, ഈ വീൽ ചെയർ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് അവരെന്ന് പിടിച്ചു വാങ്ങി തരുന്ന ആ ഒരു ഫീലായിരുന്നു വീൽ ചെയറിന്. വിവരങ്ങളുമായി രശ്മിയുണ്ട്. രശ്മി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ജീവനക്കാരുടെ അനാസ്ഥ തന്നെയാണ് ഇതിലൂടെ വീണ്ടും വ്യക്തമായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അദൃശ്യ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ രോഗികളോട് അവഗണന കാട്ടുന്നതും ചികിത്സ നിഷേധിക്കുന്നതുമൊക്കെ പതിവായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ SIT ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയതായിരുന്നു പൂവാർ സ്വദേശിനി അഞ്ജുവിന് ഗർഭപാത്രത്തിലെ മുഴ നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയായിരുന്നു ഈ വരുന്ന ദിവസങ്ങളിൽ. ഇതിന്റെ ഭാഗമായിട്ടാണ് SITയിൽ എത്തിയത്. സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ നിന്നും ഇവർക്ക് ട്യൂബ് ഇട്ടതിനെ തുടർന്ന് രക്തസ്രാവം ഒക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇവർക്ക് ബോധം നഷ്ടമായി വളരെ ഗുരുതരാവസ്ഥയിലാണ് ഇവരെ തിരുവനന്തപുരം SIT മുന്നിലേക്ക് എത്തിക്കുന്നത്. അവിടെ നിന്ന് 3ാം നിലയിലേക്കാണ് ഈ രോഗിയെ കൊണ്ടുപോകേണ്ടത്. അതിന് വീൽ ചെയർ ഇവരുടെ ഭർത്താവ് രഞ്ജിത്ത് ചോദിച്ച സമയത്ത് ഇത്തരത്തിൽ വീൽ ചെയർ നൽകാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു സെക്യൂരിറ്റി ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായൊരു മറുപടി. തീർത്തും ഈ രോഗിയോടൊരു അവഗണന കാട്ടുകയായിരുന്നു. 3ാം നിലയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ വരെ പോകാൻ പോലും എഴുന്നേറ്റ് നിൽക്കാനോ കൃത്യമായി നടക്കാനോ ട്യൂബ് ഇട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രോഗിയോട് ഇത്തരത്തിലൊരു ക്രൂരത ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. സെക്യൂരിറ്റി ജീവനക്കാർ ഭീഷണിപ്പെടുത്തി എന്നുള്ളതും ഇവർ പരാതിയായി പറയുന്നുണ്ട്. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തുടർച്ചയായി ഇത്തരത്തിൽ ഉള്ള വീഴ്ച സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ഹൃദയവേദനയുമായി ഒരു അറ്റാക്കുമായി ഒരു രോഗി എത്തിയ സമയത്ത് അയാൾ രാത്രി 1 മണിക്ക് ചികിത്സ തേടി അവിടെ എത്തിയതാണ്. പുലർച്ചെ 7 മണിയായിട്ടും അയാൾക്ക് കൃത്യമായ ചികിത്സ ഒന്നും നൽകാതെ ഒടുവിൽ ആ കുടുംബം ആശുപത്രി ഡോക്ടർമാരോട് പോലും പറയാതെ പിന്നീട് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സ തേടി പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മറ്റു രോഗി ശരീരമാസകലം പൊള്ളലേറ്റ് അവിടെ എത്തിയപ്പോൾ അതിനൊരു സ്ട്രക്ചറോ വീൽ ചെയറോ ഒന്നും കൊണ്ടുവരാൻ അവിടുത്തെ അറ്റൻഡറോ അല്ലെങ്കിൽ മറ്റ് സെക്യൂരിറ്റി ഉൾപ്പെടെ തയ്യാറാകാതെ അയാൾ ഏതാണ്ട് 1/2 മണിക്കൂറോളം ആശുപത്രി വരാന്തയിൽ കുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് സംഭവിക്കുന്നത്. ഈ സെക്യൂരിറ്റി ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ളൊരു സമീപനം അത് ഏറെക്കാലമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ്. കൂടുതലും ഈ CPM അനുഭാവികളെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റി വിഭാഗത്തിൽ നിയമിക്കുന്നത്. അതും ഇത്തരത്തിൽ കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിക്കാതെയൊക്കെയാണ് അത്തരത്തിലുള്ള നിയമനം നടക്കുന്നത്. ആ ഒരു വിമർശനം ശക്തമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നും ഈ രോഗികളോടുള്ള സമീപനം ശരിയല്ല എന്നുള്ളതാണ്. ഒരു ഗുണ്ടകൾ സംസാരിക്കുന്ന അതേ രീതിയിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രീതിയാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്ന ഒരു കാര്യം. ഏതായാലും രോഗികളോടുള്ള അവഗണന ഏതായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തുടർക്കഥയാവുകയാണ്. ദൃശ്യ രശ്മി കാർത്തികയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും രോഗികളോട് അവഗണന തുടരുന്നു എന്ന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.